തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്റർ നിയന്ത്രണം വിട്ടു. വഞ്ചിനാട് ട്രെയിൻ ഇറങ്ങിയ യാത്രക്കാർക്കാണ് അപകടമുണ്ടായത്. എസ്കലേറ്റർ പിന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് ആളുകൾ നിലത്ത് വീഴുകയായിരുന്നു. കാലിന് പരിക്കേറ്റ യാത്രക്കാരിൽ ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? യാത്രക്കാർക്ക് മറ്റാർക്കെങ്കിലും പരിക്കുണ്ടോ? എന്താണ് നിലവിലത്തെ സാഹചര്യം? സിന്ദൂരി, ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരമൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. എസ്കലേറ്റർ നിയന്ത്രണം വിട്ടതാണ് ചില ആളുകൾക്കെങ്കിലും അപകടം ഉണ്ടാക്കാൻ ഇടയാക്കിയ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഏതായാലും ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ പരിക്കുകളൊന്നും ഗുരുതരമല്ല. ഒരാൾക്ക് മാത്രമാണ് കാലിന് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുള്ളത്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രാവിലെ ഈ വഞ്ചിനാട് എക്സ്പ്രസ് വന്നതിന് ശേഷം ട്രെയിനിൽ വന്നിറങ്ങിയ ആളുകൾ ഉപയോഗിച്ചിരുന്ന എസ്കലേറ്ററിനാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന എസ്കലേറ്റർ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് പൊടുന്നനെ താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ ആളുകളെല്ലാം നിലത്ത് വീഴുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അങ്ങനെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വലിയ ആളുകൾ നിരവധിയായി വന്ന് ഒരുമിച്ച് എസ്കലേറ്ററിനകത്ത് കയറിയപ്പോൾ ഈ ഒരു ഓവർലോഡ് മൂലമാകാം ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്ന ഒരു വിശദീകരണമാണ് റെയിൽവേ നിലവിൽ നൽകുന്നത്. ഏതായാലും പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ആളുകളെല്ലാം നിലത്ത് വീണുവെങ്കിൽ പോലും ആർക്കും കാര്യമായ പരിക്കുകളില്ല എന്നുള്ളതാണ് സാഹചര്യം. ഒരാൾ മാത്രമാണ് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുള്ളത്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട്. സിന്ദൂരി, ശരി, വ്യക്തമാണ് കമലേഷ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് എസ്കലേറ്റർ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. വഞ്ചിനാട് ട്രെയിൻ ഇറങ്ങിയ യാത്രക്കാർക്കാണ് അപകടമുണ്ടായത്. എസ്കലേറ്റർ പിന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് ആളുകൾ നിലത്ത് വീഴുകയായിരുന്നു. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ പങ്കുവച്ചത്.